2021 മാർച്ച് മാസം കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന നിർണായകമായ നിമിഷങ്ങൾ. എങ്ങും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മണിമുഴക്കങ്ങൾ. വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മനോരമ പൊട്ടിച്ച ബോംബുകളായിരുന്നു ഇത്രയും. ഉദ്ദേശിച്ചത് നാടിന് തകർത്തെറിയാൻ ശേഷിയുള്ള RDX പോലുള്ള സ്ഫോടന വസ്തു ആണെങ്കിലും പൊട്ടിച്ചപ്പോ നനഞ്ഞ പടക്കായിപ്പോയി. അല്ലെങ്കിലും മനോരമ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നുണ കൊണ്ടുവരും, അടപടലം തേഞ്ഞൊട്ടും തിരിച്ചു പോകും. അടുത്ത നുണ ബോംബുമായി വീണ്ടും വരും, റിപ്പീറ്റ്. 1-2 മാസത്തിനിടെ ഇത്രയ്ക്കും നുണപ്രചരണം നടത്താൻ മനോരമയ്ക്ക് മാത്രമേ സാധിക്കൂ. അയ്യോ സൂര്യ, ഒരു തിരുത്തുണ്ട്. സതീശൻ കഴിഞ്ഞാൽ പിന്നെ മനോരമ മാത്രമേ ഉണ്ടാകൂ. ഡോളർ കടത്ത് കേസിൽ സ്വപ്നയുടെ രഹസ്യമൊഴി പ്രേരിപ്പിച്ചത് മുഖ്യമന്ത്രിയും സ്പീക്കറും. ഇതായിരുന്നു 2021 കാലഘട്ടത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു നുണ. എന്നിട്ടോ ഈ ചോദ്യം ഇവിടെ തീർത്തും അപ്രസക്തമാണ്. കാരണം ഈ കേസിൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ എതിരെ ആരോപണം തെളിയിക്കുന്ന ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വാർത്ത കൊടുത്തു പോയവർ തന്നെ ആ വഴിക്ക് പിന്നെ വന്നിട്ടില്ല. അന്നോടിയ ഓട്ടാണ്. അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത് എന്നിട്ടോ എന്ന ചോദ്യം ചോദിക്കരുത് എന്ന്. കയർ കോർപ്പറേഷനിൽ മന്ത്രിയുടെ ആളിന് ഈ നിയമനം, G സുധാകരന്റെ സ്റ്റാഫ് അംഗത്തിനായി പുതിയ തസ്തിക, ഇങ്ങനെയൊരു വാർത്തയും മനോരമ കൊടുത്തിരുന്നു കേട്ടോ. ബാക്കി എന്തായെന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ മനോരമയ്ക്ക് ക്ഷീണം പിടിക്കും. പിന്നെയുള്ളത് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ആരോപണമാണ്. CPM BJP ഒത്തുകളിയെന്ന്. മോദിക്കോ അമിത്ഷായ്ക്കോ നേരെ മുഖ്യമന്ത്രി വാ തുറക്കുന്നില്ല എന്ന്. ഇതാരാ പറയുന്നത്? നമ്മുടെ സ്വന്തം രമേശ് ജി. അതും ഏത് കേസിലാണ് പറയുന്നത്? സ്വർണ്ണക്കടത്ത്, ലാവ്ലിൻ, കിഫ്ബി കേസുകളിൽ. മൂന്നും ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല. മാധ്യമങ്ങളെ കാണുമ്പോൾ വാ തോരാതെ വിളിച്ചു പറയുന്നത് റെക്കോർഡിക്കലാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും സൂക്ഷിക്കണം കേട്ടോ. അടുത്തത് CPM-ൽ പോസ്റ്ററുകൾ നിറഞ്ഞിട്ട് പ്രതിഷേധ രാജി പോലും. അതെ, അതോടുകൂടി പാർട്ടി അങ്ങ് തകർന്ന് തരിപ്പണായി, മൂക്കുത്തി, നിലംപരിശായി. രാജി 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 കൂട്ടരാജി. ഇത് നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? CPM-ൽ കൂട്ടരാജി എന്ന് കൊടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കുള്ള ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടി ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്താൽ ഉപകാരമായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ വേഗം കൂട്ടാൻ കേന്ദ്ര ഏജൻസികൾ പറന്നിറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ലല്ലോ. ചിലപ്പോ മനോരമ ഓഫീസിലായിരിക്കും വന്നത്. ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടില്ലെന്ന് E ശ്രീധരൻ. അങ്ങേ ഓർമ്മയുണ്ടോ ഈ വാർത്ത? 2ാം പിണറായി സർക്കാർ കയറി 5 വർഷം കൂടി പൂർത്തീകരിച്ചിട്ട് ഇറങ്ങി. അടുത്തതിനുള്ള ഒരുക്കം തുടങ്ങി കേട്ടോ. വാളയാറിലെ അമ്മയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായി വന്ന ആ അമ്മ തന്നെ. എന്തൊക്കെയായിരുന്നു കാണിച്ചു കൂട്ടിയ പുകില്. ഒടുവിൽ അന്വേഷണം വന്നപ്പോ അമ്മയുടെ തനി നിറം പുറത്തായി. വെളുപ്പിക്കാൻ വന്ന മനോരമ കണ്ടത്തിലൂടെ ഇറങ്ങി ഓടി എന്നാ കേട്ടത്. ശബരിമല വിവാദമാണ് അടുത്തത്. 5 വർഷം മുമ്പും ഇതേ ആരോപണം. ഇപ്പോഴും അത് തന്നെ. മാറ്റി പിടിക്കാറായി കേട്ടോ മനോരമ. ജനങ്ങൾക്ക് മടുത്ത്. നിങ്ങൾ ഈ പഴയ വീഞ്ഞെടുത്ത് പുതിയ കുപ്പിയിലാക്കിക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന്. നിയമന വിവാദം കൊണ്ടുവന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പിടിമുറുക്കിയിരിക്കുന്നതല്ലാതെ മനോരമയ്ക്ക് മറ്റൊരു മാറ്റവും ഇതുവരെ സംഭവിച്ചു കണ്ടില്ല. എന്താ ചെയ്യാ? ഇത് സൈക്കോസിന്റെ ഭീകരമായ മറ്റൊരു വേർഷനാ. ഇതിന് പരിഹാരമില്ല. ദിസ് ഇസ് ഇൻക്യൂറബിൾ. 2021 50 സീറ്റ് ലക്ഷ്യമിട്ട കോൺഗ്രസ് 21 ഒതുങ്ങി. ഇത്തവണയും 50 സീറ്റ് സ്വപ്നം കണ്ട് കോൺഗ്രസും മനോരമയും മോഹഭംഗ മനസ്സിലെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയാണ് ഹൈലൈറ്റ്. കൊറോണ വ്യാപനത്തിൽ കേരളം ഒഴികെ കരകയറി എന്നാണ് മനോരമ പക്ഷം. പക്ഷേ ദേശീയ മാധ്യമങ്ങളടക്കം കോവിഡ് വ്യാപനത്തിൽ തീർത്ത പ്രതിരോധം പ്രശംസാർഹമാണ് എന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സൈക്കോസിന്റെ മറ്റൊരു ഭാഗമാണെന്ന്. നമ്മുടെ രമേശ് പിഷാരടി മത്സരിക്കാനില്ല, കൂടെ നിൽക്കാം എന്നൊക്കെയാണ് 2021 പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോ പാലക്കാട് UDF സ്ഥാനാർത്ഥിയാണ് കേട്ടോ. തെരഞ്ഞെടുപ്പ് വേളകളിൽ LDF-നെ എതിർത്തു വരുന്ന ചില നടന്മാർ അവർക്കുള്ളിലെ കോൺഗ്രസ് രാഷ്ട്രീയം മുൻപും വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും കുത്തിപ്പൊക്കുന്നതിന്റെ കാരണം അറിയാലോ. ആകെ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് പ്രതീതി സൃഷ്ടിക്കുക. സിമ്പിൾ. ഇനി 2026 മാർച്ച് മാസത്തിലേക്ക് വന്നാൽ ശൈലജ ഔട്ട്. നിങ്ങൾ പറ, ശൈലജ ഔട്ടാണോ? വെറുതെ ഓരോന്ന് വിളിച്ചു പറയുക തന്നെ. അടുത്തത് കണ്ണൂർ കലാപം. അതെ, ആ കലാപത്തിൽ പൊട്ടിത്തെറി മൂലം പരിക്കേറ്റവരെ കോൺഗ്രസ് ശുശ്രൂഷിക്കുന്നുണ്ട് കേട്ടോ. ഇനിയുള്ളത് CPM അനുഭാവികളിലേക്ക് സർക്കാർ എത്തിച്ച് കോടികൾ എന്നാണ് മനോരമയുടെ പക്ഷം. സുപ്രീം കോടതി വരെ ശരിവെച്ച നവകേരള സർവേയെ ഏത് വിധേയനെയും താറടിക്കണം. അതാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം. അല്ലാതെ കാര്യകാരണമൊന്നും പറയാൻ മനോരമയ്ക്കില്ല. ഇനിയുള്ളത്
കറന്റ് കണക്ക് പാളുന്നു എന്നാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളത്തെ നോക്കി കോക്കിരി കാണിക്കാൻ ഇങ്ങനൊരു വാർത്ത അടിക്കാതെ മനോരമയ്ക്ക് രക്ഷയില്ല. കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്താനെങ്കിലും പിടിച്ചു നിൽക്കണ്ടടി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നുണയടി ഇച്ചിരി കൂടുന്നുണ്ട്. സതീശനെ മറിച്ചിട്ട് പോകുമോ എന്തോ. ഇന്ന് മനോരമ കൊടുത്തൊരു വാർത്തയുണ്ട്, സേവ് ദ ഡാറ്റ. അതായത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് ഹിന്ദിക്കാരുടെ സഹായം BJPക്ക് ഉള്ളതുപോലെ ഞങ്ങൾക്കുമുണ്ടടോ അങ്ങ് കർണാടകയിൽ പിടി എന്നാണ് മനോരമ പറയുന്നത്. BJPക്ക് ഹിന്ദിക്കാരാണെങ്കിൽ ഞങ്ങളുടെ സ്വന്തം കോൺഗ്രസിന് കനുകോലുവും ഗോലുവിന്റെ കർണാടകയിലും തെലുങ്കാനയിലും ശാഖകളുണ്ട് എന്നാണ് മനോരമ സമ്മതിച്ചിരിക്കുന്നത്. നുണ മാത്രമല്ല, ഇടയ്ക്ക് അറിയാതെ സത്യവും വിളിച്ചു പറയുന്നുണ്ട് ഈ മനോരമയുടെ ഒരു കാര്യം.